വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. KC's +2 കോമേഴ്സിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. സോ നിങ്ങൾക്ക് +2 കോമേഴ്സിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അക്കൗണ്ടൻസി. ഈ ഒരു സബ്ജക്റ്റിന്റെ സിലബസ് അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, ദെൻ അതിന്റെ സ്കീം, ഓരോ മാസത്തിൽ നിങ്ങൾ കവർ ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം +2 കോമേഴ്സിലെ 5 പേപ്പേഴ്സിനും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ലൈവ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് അല്ല. റെക്കോർഡഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി എക്സാം ഓറിയന്റഡ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള സ്റ്റഡി നോട്ട്സ്, അതുപോലെ തന്നെ എക്സാമിന്റെ സമയത്ത് അഡീഷണൽ മോക്ക് ടെസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ +2 കോമേഴ്സിൽ നമുക്ക് അക്കൗണ്ടൻസിയിൽ പഠിക്കാനുള്ള ടോപ്പിക്സിന്റെ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. +1 നിങ്ങൾ ബേസിക്സ് ആണ് പഠിച്ചത് അല്ലേ? എന്താണ് അക്കൗണ്ടൻസി, ദെൻ ജേണൽ എന്താണ്, ലെഡ്ജർ എന്താണ്, ട്രയൽ ബാലൻസ് എന്താണ്, അതിനുശേഷം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു. ദെൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ +1 സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ് പഠിച്ചത്. എന്ന് വെച്ചാൽ നിങ്ങൾ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിക്കോ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ മുമ്പിൽ പലതരത്തിലുള്ള ഫോംസ് ഉണ്ട് അല്ലേ? പലതരത്തിലുള്ള ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരാൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമ്മൾ പറയും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. നിങ്ങൾ +1 പഠിച്ചത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ രണ്ടാമത്, ഒന്നിലധികം ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്സാണ് പാർട്ട്ണർഷിപ്പ്. അതുപോലെ തന്നെ മറ്റൊരു ഫോമാണ്, നിങ്ങൾ ബിസിനസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ, കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ. അതിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട്, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ട്. പിന്നെയുള്ള മറ്റൊരു ഫോമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സർവീസ് സഹകരണ സംഘം എന്ന് പറയും. നമ്മുടെ വീടിൻ്റെ ഒക്കെ അടുത്തുള്ള സർവീസ് സഹകരണ സംഘം. പിന്നെയുള്ളതാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്നതാണ്. നമ്മുടെ അവിടെ ഒന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ടെന്നുള്ളതാണ്, നമുക്ക് ഫോം ചെയ്യാം. സോ നിങ്ങൾ +1 സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ +2 വരുന്ന സമയത്ത് നമുക്ക് പാർട്ട്ണർഷിപ്പിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ കമ്പനി ഉണ്ട്. അത് ചില സ്കൂളുകളിൽ പാർട്ട്ണർഷിപ്പ് വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ, ചില സ്ഥലത്ത് പാർട്ട്ണർഷിപ്പ് വിത്ത് AFS ആണ്, കമ്പനി മിക്സ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. പാർട്ട്ണർഷിപ്പ് എല്ലാവർക്കും കമ്പൽസറി ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേപ്പറിന്റെ ഡീറ്റെയിൽസ് ഇതാണ്. ആദ്യത്തെ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. മെജോറിറ്റി കുട്ടികൾ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും ഈസിയസ്റ്റ് അതാ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ സ്കോർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ വരുന്നത് അക്കൗണ്ടൻസി വിത്ത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. കുറച്ച് പാടുണ്ട് പഠിക്കാൻ. പാർട്ണർഷിപ്പ് സെയിം ആണ്, ബട്ട് ഈ പറയുന്ന AFS കുറച്ച് പാടാണ്. കമ്പനിയാണ് അവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു പാർട്ണർഷിപ്പ് രണ്ടുപേർക്കും കോമൺ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ സിലബസിന്റെ ഡീറ്റെയിൽസിലോട്ട് മാത്രമാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ ഓരോ ദിവസം സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് അഡീഷണൽ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടേം 1 എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു കഴിഞ്ഞു ഓൾറെഡി. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഈ 3 മാസമാണ് ടേം 1. ഈ 3 മാസത്തിൽ നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടത് പാർട്ണർഷിപ്പിന്റെ ബേസിക്സ് ആണ്. ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സ് ആണ്. അതിൽ പാർട്ണർഷിപ്പിന്റെ ബേസിക് തിയറി ആണ് നമുക്ക് പഠിക്കാനുള്ള. അക്കൗണ്ട് പ്രിപ്പറേഷനെ പറ്റിയിട്ട്, പാർട്ണർഷിപ്പ് എന്താണ്, പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ്, പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉണ്ട്, പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയും, അതെന്താണ്. പിന്നെ ഇവിടെ ഓണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ എങ്ങനെയാണ്, പലതരത്തിലുള്ള മെത്തേഡ് ഉണ്ട്, അതിന്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ എങ്ങനെയാണ്. ഇതൊക്കെയാണ് നമുക്ക് ബേസിക്സിൽ അക്കൗണ്ടിങ് ഫോർ പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ള. ദെൻ അതിനുശേഷമാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് റീകോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് ഉള്ളത്, ബട്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. റീകോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനത്തിലോട്ട് പുതിയതായിട്ടൊരു പാർട്ട്ണറെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അതാണ് നമുക്ക് പിന്നെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ട് പഠിക്കാനുള്ള. അപ് ടു ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ, വലിയ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പാർട്ണർഷിപ്പിൽ.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ ടൈമിലുള്ള. അതിനുശേഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിലോട്ട് പോകുന്ന സമയത്ത് സെക്കൻഡ് ടൈമാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം. അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. അഡ്ജസ്റ്റ്മെന്റ് ഫോർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്, അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ആണ് പിന്നെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിസംബർ വരെയുള്ള ടൈമിൽ നമുക്കുള്ള ടൈം 2. പിന്നെ ലാസ്റ്റ് ടൈം ജനുവരി ഫെബ്രുവരിയിലെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മെയിൻ എക്സാമിൻ്റെ ടൈം ആകും. അപ്പോൾ ഇത്രയാണ് നമുക്ക് പാർട്ണർഷിപ്പിൽ പഠിക്കാനുള്ള വലിയൊരു സബ്ജക്റ്റാണ് കേട്ടോ. ഒരുപാട് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് പഠിക്കണം. ഓക്കെ, ഇനി പിന്നെ നെക്സ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കാരണം ലാബ് കുറച്ചും കൂടി എളുപ്പമാണ്. ലാബിൽ നിന്ന് നമുക്ക് നന്നായിട്ട് മാർക്ക് കിട്ടും. പിന്നെ 20 മാർക്സ് മാത്രമാണ് അവിടെ തിയറി വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. അപ്പോൾ ടൈം 1 ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, ദെൻ സ്പ്രെഡ്ഷീറ്റ്. ഓക്കെ, ഈസി. ദെൻ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻസ്, ദെൻ ഗ്രാഫ് ആൻഡ് ചാർട്ട് ഫോർ ബിസിനസ്, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ്. ഇത്രയാണ് നമുക്കുള്ള. പിന്നെ ജനുവരി ഫെബ്രുവരിയിൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇങ്ങനെയാണ് ടോട്ടൽ വരുന്നത് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കേട്ടോ. സോ ഇതിൽ പ്രാക്ടിക്കൽസ് കണ്ടോ, ലാബ് 40 ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ടൻസി വിത്ത് AFS ആണ്. അതിൽ പാർട്ണർഷിപ്പ് നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ് വരുന്നത്. AFS ആണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. AFS ശരിക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. മിക്ക സ്കൂളുകളിലും നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് തന്നെയാണ് വരുന്നത്. AFSലോട്ട് പോകുമ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ ആദ്യം കമ്പനിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ, ഇത് പഠിച്ചാൽ വളരെ ഗുണം തന്നെയാണ്. ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വീണ്ടും പഠിക്കാനുണ്ട്. ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഇതാണ് ആദ്യത്തെ ഏരിയയിൽ വരുന്നത്. പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ കമ്പനി, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, പിന്നെ അക്കൗണ്ടിങ് റേഷ്യൂസ്, ലാസ്റ്റ് ടൈമിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ശരിക്കും ഒരുപാട് പഠിക്കാനുള്ളതാണ് AFS. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് അക്കൗണ്ടിങ്ങിൻ്റെ സിലബസ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പാർട്ണർഷിപ്പ് വെച്ചിട്ടാണ്. പാർട്ണർഷിപ്പ് എല്ലാവർക്കും കോമൺ ആണ്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മളൊക്കെ ഫസ്റ്റ് ടൈമിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ നമുക്ക് കവർ ചെയ്യേണ്ട പാർട്ണർഷിപ്പ്, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ്, അതുപോലെ തന്നെ റീകോൺസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ, ഇങ്ങനത്തെ ഏരിയാസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് പിക്ക് ചെയ്ത് നമ്മൾ നിങ്ങൾക്ക് സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നൽകുന്നതായിരിക്കും. പിന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ വരുന്ന എക്സാമിന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പല പാർട്ടുകളുണ്ട്. ഇപ്പോൾ 1 മാർക്ക് ചോദ്യങ്ങൾ, 2 മാർക്സ്. അപ്പോൾ ഓരോ പാർട്ടിലും നമ്മൾ ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള കോച്ചിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 5 സബ്ജക്ട്സിന് നമ്മൾ ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുകൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് സെപ്പറേറ്റ് എടുത്തിട്ട് ജോയിൻ ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പഠനം ആരംഭിക്കാം. +2 നല്ല സ്കോർ ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് ഹയർ സ്റ്റഡീസ്, ഇത് കഴിഞ്ഞ പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടായിരിക്കും. CA, CMA, ACCA, CS ഇങ്ങനെയുള്ള കോഴ്സസ്, അതുപോലെ തന്നെ ഡിഗ്രി ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ. സോ ഇപ്പോൾ തന്നെ ഒരു ബേസ് ഇവിടെ ഉണ്ടാക്കിയാൽ മാത്രമേ അതൊക്കെ സാധിക്കുള്ളൂ. ഹൈ മാർക്സിലോട്ട് പോയാൽ മാത്രമേ ഇതൊക്കെ സാധിക്കുള്ളൂ. സോ അതിനു വേണ്ടിയിട്ടുള്ള അടിത്തറ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.